ഇത്രയും കാലമായിട്ട് അമ്മയിൽ ഇലക്ഷനും ഒക്കെ നോർമൽ പ്രൊസീജിയേഴ്സ് പോലെ നടന്നുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തവണത്തെ ഇലക്ഷൻ മാത്രം ഇത്രയും ചർച്ചാ വിഷയമാവുന്നത്? അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മത്സരിക്കാൻ വന്നു, വിവാദങ്ങൾ കാരണം ഈ അമ്മയിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞു ഇവർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാണ് നടക്കുന്നത്? അതിന്റെ കാരണം എന്താ പറയുക, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ കാരണം എന്താ വെച്ചാൽ, ഇപ്പം മോഹൻലാലിന് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് സാധിക്കില്ല, മനസ്സുകൊണ്ട് സാധിക്കില്ല. കാരണം മഹാനായ ഒരു നടൻ, അയാൾ എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ഈ പോസ്റ്റിൽ ഇരിക്കുന്നത്. അയാൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? മമ്മൂട്ടിക്ക് ആവശ്യമുണ്ടോ? സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അമ്മ കൂടെ അവർക്ക് ആവശ്യമില്ല. അവർ പിന്നെ ഇതിനകത്ത് പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് അമ്മ എന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും കാശെത്തിക്കണം. ഇതാണ് അവരുടെ സംഘടന. അപ്പൊ അതിന് മോഹൻലാലും മമ്മൂട്ടിക്കും സുരേഷ് ഗോപി പോലുള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. അപ്പൊ മോഹൻലാൽ എന്ന വ്യക്തി കഴിഞ്ഞ 2 ടേമിലും നിന്നതിന്റെ കാരണം വെച്ചാൽ ഞാനെങ്കിലും നിൽക്കട്ടെ. ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യനുള്ള അയാള് ഒരു ദിവസം പോലും അവർക്ക് നിൽക്കാനില്ല. എങ്കിൽ കൂടി അയാൾ അവിടെ അമ്മയുടെ മീറ്റിങ്ങിന് വരും, ഈ എല്ലാ മാസത്തെ മീറ്റിങ്ങിന് വരും. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഇത് വരാൻ കാരണം വെച്ചാൽ മോഹൻലാൽ മാറിയപ്പോൾ ആ പൊസിഷനിലേക്ക് വരാനും മറ്റുള്ള പൊസിഷനിലേക്ക് വരാനും ഇങ്ങനെ ആർത്തിയോടെ കാത്തിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം 74 നോമിനേഷൻസ് ആണ് കൊടുത്തത്. പണ്ട് നോമിനേഷൻ ഇല്ല. ലാലാണെന്ന് പറഞ്ഞാൽ വാക്ക് ഓവറാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് കാരണം എന്ന് വെച്ചാൽ പലർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തോ ആയിക്കൂടാന്നുള്ളത്. അങ്ങനത്തെ ഉള്ള ഒരു 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 തെറ്റായ ഒരു ഗ്രീഡാണ്, ഒരു കൊതി, ഒരു ആർത്തിയാണ് ഇങ്ങനെ വന്നത്. ഞാനും കൊടുക്കും എനിക്കെന്താ കുഴപ്പം എന്ന് പറയുന്നത് കൊടുത്തിട്ട് അതാണ്. അങ്ങനെ കൊടുത്തപ്പോൾ എന്തായി? ക്ലാഷ് വന്നു, കോമ്പറ്റീഷൻ, അൺഹെൽത്തി കോമ്പറ്റീഷൻ വന്നു. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്.